എൻ്റെ പേര് അനിരുദ്ധൻ ദേവദാസ് എന്നാണ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഓക്കെ, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതൊരു ഹാപ്പിനെസ് ട്രെയിനിങ് സെൻ്ററാണ്, മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എൻ്റെ സുഹൃത്തും ഇതിൻ്റെ കോർഡിനേറ്ററുമായിട്ടുള്ള റിയാസ് ന്യൂമാൻ. അപ്പോൾ ഞാൻ ഹെൽത്തൊക്കെ നോക്കുന്ന ആളാണ്, യോഗ ജിമ്മൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ മൈൻഡിനെ പറ്റി പലരും അത്ര ചിന്തിക്കാറില്ല. എല്ലാവരും ബോഡി ബിൽഡ് ചെയ്യണം, അതാണല്ലോ. അപ്പം ഇദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ മൈൻഡ്ഫുൾ പ്രോഗ്രാമിനെ പറ്റി അറിയുന്നതും. പിന്നെ ഞങ്ങൾ ADGP മനോജ് എബ്രാൻ സാറിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹത്തിന് ഒരു ഡെമോ കൊടുത്തപ്പോൾ ഓൾ കേരള കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ആ കോവിഡ് വന്നുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം വീണ്ടും അതിൻ്റെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ബാക്കിയുള്ള ഹാപ്പിനെസ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറയും. ഇപ്പോൾ ഇവിടെ ഈ പ്രസ് ക്ലബിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി വരാൻ പോകുന്നത്, അതായത് March 20 ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ആണ് വരാൻ പോകുന്നത്, ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ നമ്മൾ യോഗ ഡേ പോലെ തന്നെ ചില പേപ്പറിൽ കാണാറുണ്ട്. നമ്മൾ എല്ലാ വർഷവും ഹാപ്പിനെസ് ഡേനെ പറ്റിയിട്ടൊക്കെ എഴുതുന്നത് കാണാറുണ്ട്. പക്ഷേ ചെറിയൊരു കോളത്തിലായിട്ടാണ് നമ്മളിത് എഴുതിയിട്ട് വിടുന്നത്. ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ 126ാമത്തെ സ്ഥാനമാണ്. 126ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ, ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമത്തെ. 143 രാജ്യങ്ങളിൽ 126ാമത്തെയും 123ാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര പുറകിലാണെന്ന് നോക്കൂ നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ. അപ്പോൾ ഡെയിലി സ്ട്രെസ്സ്, അതുപോലെ മോഡേൺ ഈ ഡിജിറ്റൽ വേൾഡ്, ഇതെല്ലാം നമ്മളുടെ ഹാപ്പിനെസ്സിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർ ഹാപ്പിയാണ്. എക്കണോമിക്കലി അവർ താഴെയാണെങ്കിൽ പോലും അവർ ഹാപ്പിയാണ് ലൈഫിൽ, മനസ്സിലായോ? പക്ഷേ ഇന്ന് അതല്ല. എത്ര പേർക്ക് 8 മണിക്കൂർ ഉറക്കം കിട്ടുന്നത് നോക്കൂ നിങ്ങൾ. 8 മണിക്കൂർ സുഖമായി ഉറങ്ങാൻ പറ്റുന്നത് എത്രയുണ്ട്? കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിലൊരു സ്ലീപ്പ് ഡേ പറഞ്ഞിട്ടുണ്ട്, സ്ലീപ്പിംഗ് ഡേ എന്നൊരു ഡേ ഉണ്ടായിരുന്നു. വേൾഡ് വൈഡിൽ സ്ലീപ്പിംഗ് ഡേ നോക്കുമ്പോൾ 59% ആളുകൾക്കും ഇന്ത്യയിൽ 6 മണിക്കൂർ പോലും ഉറക്കമില്ല എന്ന് പറഞ്ഞു. 6 hours പ്രോപ്പറായിട്ട് സ്ലീപ്പില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മുടെ ബ്രെയിൻ എത്ര ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്, മനസ്സിലായോ? അതുപോലെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. നമ്മൾ ഡിന്നർ കഴിക്കുന്ന സമയമൊക്കെ നമ്മളിപ്പോൾ 10 മണിയാണ്. പണ്ടത്തെ ആളുകൾ 7 മണിക്ക് മുമ്പാണ് കഴിക്കുക. അതാണ് കറക്റ്റ്. അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബോഡി, മൈൻഡ് എല്ലാം പ്രോപ്പറായിട്ട് പ്രവർത്തിക്കും, ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അതേസമയം നമ്മൾ രാത്രി 10 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് 11 മണിക്ക് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്, ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഹാപ്പിനെസ് ഡേ വരാൻ പോണ March 20 ഹാപ്പിനെസ് ഡേ ജേർണലിസത്തിൽ കുറച്ചും കൂടെ വിപുലമായി എഴുതുക, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ എഴുതുക. അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിളെല്ലാം ഞങ്ങൾ തന്നിട്ടുണ്ട്, പ്രപ്പോസൽ തന്നിട്ടുണ്ട്. ഈ പ്രപ്പോസൽ ഞങ്ങൾ കേരള ടൂറിസത്തിൽ മിനിസ്റ്റർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എനിക്കൊരു ഇമെയിൽ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് സാറ് എനിക്കൊരു ഇമെയിൽ റിപ്ലൈയും തന്നിട്ടുണ്ട്. ഈ പ്രപ്പോസൽ ടൂറിസത്തിലേക്ക് ഫോർവേഡ് ചെയ്തതായിട്ട് അദ്ദേഹം, ടൂറിസം ഡയറക്ടറിലേക്ക് ഫോർവേഡ് ചെയ്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തിന് നമുക്ക് നമ്പർ 1 ഹാപ്പിനെസ് സെൻ്ററാക്കി മാറ്റാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്കൊരു ആവശ്യം മനസ്സിലായി. ഇപ്പോൾ ഈ ഒരു സൈഡുണ്ടല്ലോ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ഇത് നമുക്കൊരു അറ്റൻഷൻ ടുവേഴ്സ് ഹാപ്പിനെസ്സിലേക്ക് വരാം. ഇപ്പോഴത്തെ പ്രശ്നം നമുക്ക് ലാക്ക് ഓഫ് ഹാപ്പിനെസ് ആണ് ഈ എല്ലാ പ്രശ്നവും. അതായത് കുട്ടികൾ ഈ ഡ്രഗിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ അവർ ഇത്രയും വയലൻ്റ് ആവുന്നതിൻ്റെ കാരണം എന്താ? ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ അവർക്ക് ഹാപ്പിനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. ലാക്ക് ഓഫ് ഹാപ്പിനെസ് ഹോർമോൺസ് ഇൻ ദെയർ ബ്രെയിൻ ഓർ ലൈക്ക് ഇൻ ദെയർ ബോഡി. അതായത് ഡൊപ്പാമിൻ, സെറോട്ടിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ് എന്ന ഹാപ്പി ഹോർമോൺസ് എൻ്റെ ലാക്ക് കൊണ്ടാണ്, അതിൻ്റെ കുറവ് കൊണ്ടാണ് ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇനി നോക്കൂ, ഇതിൻ്റെ 10 വർഷം കൂടെ കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങൾ ആലോചിക്കൂ. ഓരോ G, 3G, 4G, 5G ഇത് കയറും തോറും ഈ എമോഷണൽ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി കൂടി വരും, മനസ്സിലായോ? അപ്പോൾ ജേർണലിസത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതേപോലെ വായിക്കുമ്പോൾ വായനാശീലം ഇപ്പോൾ കുട്ടികൾക്കുണ്ടോ? എത്ര പേര് നമ്മൾ നോക്കൂ പേപ്പർ വായിക്കുന്ന ശീലമുണ്ടോ കുട്ടികൾക്ക്? ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കുട്ടികൾ 30 സെക്കൻഡ് റീലല്ലേ നോക്കുന്നുള്ളൂ, ശരിയല്ലേ? 30 സെക്കൻഡ് റീലേ അവർ നോക്കുന്നുള്ളൂ. ഒരു മിനിറ്റിൻ്റെ ഇൻഫർമേഷൻ, 2 മിനിറ്റ് ഇൻഫർമേഷൻ കൊടുത്താൽ അവർ നോക്കുന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് തിരിച്ച് പഴയതിലേക്ക് കൊണ്ടുവരണം. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എമോഷണലി കുട്ടികൾ പെട്ടെന്ന് വയലൻ്റ് ആവുന്നു. പെട്ടെന്ന് അവർക്ക് 3 ടൈപ്പ് ഇതാണ് വരിക: ഹെയ്റ്റ്രഡ്, ഫിയർ ആൻഡ് ഗ്രീഡ്. ഈ 3 എമോഷണൽ ആക്ടിവിറ്റീസാണ് കൂടുക ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ.
6 മണിക്കൂർ ഉറക്കം, കൂടുതലായിട്ട് ഡിജിറ്റൽ വേൾഡിൽ സമയം കളയുന്നു, അതേപോലെ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല ഒന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഈ 3 ഇമോഷൻസ് നമുക്ക് കൂടും. എന്ത് പറഞ്ഞാലും ദേഷ്യം വരും, എന്ത് പറഞ്ഞാലും ദേഷ്യം കഴിഞ്ഞാൽ അവർക്ക് ഭയം വരും, പിന്നെ ഒരു ഡെലൂഷൻ വേൾഡിൽ വരും, അല്ലെങ്കിൽ ഒരു ഹാലൂസിനേഷനിലേക്കാണ് പോവുക. ഇതിന് പ്രത്യേകിച്ച് ഡ്രഗ്സ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഡിജിറ്റൽ വേൾഡിൽ ഇരുന്നാൽ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അങ്ങനെ മാറും. അപ്പം നമുക്ക് സന്തോഷകരമായ ഒരു കേരളത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ പീപ്പിളാണ്. ഹാപ്പി മെൻറ്റേഴ്സ് മാത്രമല്ല, ഹാപ്പി ജേർണലിസ്റ്റും കൂടി ഇനി ഇമ്പോർട്ടൻ്റ് ആവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വരുന്ന മാർച്ച് 20-ന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് ആർട്ടിക്കിൾ എഴുതുക. എല്ലാ വീക്കും ശനിയാഴ്ചയോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ഹാപ്പിനെസ്സിനെ കുറിച്ച് ആർട്ടിക്കിൾ, പല മെൻറ്റേഴ്സിൻ്റെ ഹാപ്പിനെസ് മെൻറ്റേഴ്സിൻ്റെ ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം, അവരെ കൊണ്ട് എഴുതിപ്പിക്കാം. ഒരു ചെറിയൊരു പാരഗ്രാഫ്, ഒരു ചെറിയൊരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ തന്നെ റെഗുലർ ആയിരിക്കണം. ഈ 365 ഹാപ്പിനെസ് ഡേ എന്ന് പറഞ്ഞാൽ 365 ദിവസം നമ്മളൊരു ഹാപ്പിനെസ് ആർട്ടിക്കിൾ വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ മാറും. ഇപ്പോൾ നമ്മൾ വയലൻസ് സിനിമ കാണുമ്പോൾ ബ്രെയിൻ സ്ട്രക്ചർ മാറുന്ന പോലെ തന്നെയാണ് ഹാപ്പിനെസ് ആർട്ടിക്കിൾസോ ഹാപ്പിനെസ് വീഡിയോസോ കണ്ടാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സോ വി ഷുഡ് റെഡ്യൂസ് ദി ആൻസൈറ്റി ന്യൂസ് ആസ് മച്ച് ആസ് പോസിബിൾ. ആൻഡ് ആൻസൈറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഹാപ്പിനെസ്സിൻ്റെ ആർട്ടിക്കിൾസ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ ഇവിടെ ഞങ്ങളുടെ ഉദ്ദേശം വന്നിട്ട് അറ്റൻഷൻ ടു ഹാപ്പിനെസ്, ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് മാർച്ച് 20-ന് നമ്മൾ വിപുലമായി എല്ലാവർക്കും അതിനെക്കുറിച്ചുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ബാക്കിയെല്ലാം ഞാൻ ആ പ്രപ്പോസലിൽ കൊടുത്തിട്ടുണ്ട്. 2 കാര്യമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹാപ്പിനെസ് അവയർനെസ്, രണ്ടാമത് ഹാപ്പിനെസ് ട്രെയിനിങ്. ആക്ച്വലി ഹാപ്പിനെസ് എന്താണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒരു ഡെമോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താണ് ഹാപ്പിനെസ്? ഇപ്പോൾ നമ്മളിപ്പോൾ നല്ലൊരു ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നു, സിനിമയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ പോകുന്നു. ആക്ച്വലി അത് ഹാപ്പിനെസ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അതല്ല, എന്താ പറയുക, പ്ലഷറാണ്, ജോയ്ഫുൾ ആക്ടിവിറ്റീസാണ്. അത് മാറിക്കൊണ്ടിരിക്കും. ആ മൊമെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പ്ലഷർ കിട്ടും, പിന്നെ അത് അൺപ്ലസൻ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും, നമ്മുടെ മൈൻഡ് സ്റ്റേറ്റ് മാറും. ഹാപ്പിനെസ് പറഞ്ഞാൽ ഒരു പെർമനൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഒരു ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്, ഒരു കണ്ടൻറ്റ് സ്റ്റേറ്റാണ്. അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഉണ്ടാവില്ല. ഈ ഹാപ്പിനെസ് ട്രെയിനിങ്ങിന് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനം അറ്റൻഷനാണ്. നമ്മൾ ഹാപ്പിനെസ് വേണമെന്ന് നമ്മുടെ മൈൻഡിലേക്ക് പറയുകയാണെങ്കിൽ, അതായത് ആ ഒരു ട്രെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ അറ്റൻഷൻ ആണ് ട്രെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് തിങ് ഈസ് ഐ എം ഗോയിങ് ടു ട്രെയിൻ യുവർ അറ്റൻഷൻ. ഒരു ഡെമോ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബെല്ല് റിങ് ചെയ്യും. ജസ്റ്റ് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് എൻ്റെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ 49% നമ്മുടെ മൈൻഡ് വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിലല്ല നമ്മൾ ചിലപ്പോൾ ഫോക്കസ് ചെയ്യുക. ഇന്നലത്തെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയുണ്ടാവാം, അല്ലെങ്കിൽ നാളത്തെ പ്രോഗ്രാം, അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി കഴിഞ്ഞ്. സോ വി ആർ നോട്ട് ഇൻ ദി പ്രസൻറ്റ്. മനസ്സിലായോ? ഇതാണ് മൈൻഡ് വാണ്ടറിങ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഷൻ ഉണ്ടാവില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കോൺസെൻട്രേഷനും അറ്റൻഷനും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഈ അറ്റൻഷൻ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ എമോഷണൽ ഇൻ്റലിജൻ്റ് ആവണം. ഇന്നത്തെ കാലത്ത് മസ്റ്റാണ്. ദോസ് ഹു ആർ എമോഷണൽ ഇൻ്റലിജൻറ്റ് ക്യാൻ ബി സക്സസ്ഫുൾ ആണ്. അവരാണ് ഇനി ലീഡേഴ്സ് ആവാൻ പറ്റുള്ളൂ. ഓൾറെഡി അങ്ങനെയാണ്, പക്ഷേ ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എമോഷണൽ ഇൻ്റലിജൻ്റ് എന്ന് പറഞ്ഞാൽ യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് ആൻഡ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അതർ പേഴ്സൺ ഇമോഷൻ. അതാണ് ഇപ്പോൾ കുട്ടികളിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ലാക്ക് ഓഫ് എമ്പതി. പല വീഡിയോസിലും നമ്മൾ ന്യൂസിൽ കാണുന്നത് എൺപതി എന്നൊരു സാധനം ഈ കൊലപാതകം നടത്തുന്ന കുട്ടികളിലോ അല്ലെങ്കിൽ ഈ വയലൻ്റ് ചെയ്യുന്ന കുട്ടികളിലോ ഇല്ല. പാരൻസിനോടും ഇല്ല, അവരുടെ സഹപാഠികളോടില്ല. അതാണല്ലോ നമ്മൾ ഈ കണ്ടത്. കഴിഞ്ഞ അവരുടെ ഈ കുട്ടികളുടെ വീഡിയോസ് എടുത്ത് സ്പ്രെഡ് ചെയ്യണമെന്നെല്ലാം നമ്മൾ കണ്ടല്ലോ. വയലൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കുട്ടികൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സീരീസ് നോക്കി കഴിഞ്ഞാൽ കൊറിയൻ സീരീസ് ആയിരിക്കും. ലാക്ക് ഓഫ് എമ്പതിയാണ് അതിൽ ആ സീരീസിൽ മുഴുവനുള്ളത്, വെബ് സീരീസിൽ മുഴുവനുള്ളത്. എമ്പതി പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രെയിനിൽ. തിങ്ക് അബൌട്ട് ആഫ്റ്റർ ഒരു നാർസിസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ വയലൻസിന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളങ്ങനെ അവർക്ക് ഹാപ്പിനെസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. ടൈം ഹാസ് ടു സ്റ്റോപ്പ് ദിസ് നാർസിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമാണ്. അത് നമ്മളെല്ലാവരും വിചാരിച്ചാലേ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡെമോ കാണിച്ചു തരാം. എന്താണ് ഹാപ്പിനെസ് എന്നുള്ളത് ഞാനൊരു ഡെമോ കാണിച്ചു തരാം. ഒന്ന് സ്ട്രൈറ്റ് ആയിരിക്കുക, സിറ്റ് സ്ട്രൈറ്റ് പ്രോപ്പർലി. അപ്പോഴേ നമുക്കൊരു എനർജി ഫീൽ ചെയ്യുള്ളൂ മൈൻഡിൻ്റെ. ഇറ്റ്സ് എ മൈൻഡ് ട്രെയിനിങ് ആണ് കേട്ടോ. യു ആർ ഗോയിങ് ടു ട്രെയിൻ യുവർ മൈൻഡ്, നത്തിങ് എൽസ്.
ക്ലോസ് യുവർ ഐസ്. ചുറ്റുമുള്ള ശബ്ദങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങൾ യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു ഫോക്കസ് ഓൺ ദി സൗണ്ട്സ് അറൗണ്ട് യു. ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശബ്ദങ്ങളിലേക്ക് ശ്രദ്ധ നൽകൂ. ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ചിന്ത ആവശ്യമില്ല എന്ന് പറയൂ. ഫാനിൻ്റെ ശബ്ദം, എൻ്റെ ശബ്ദം, മറ്റ് ചെറുതും വലുതുമായ മറ്റു ശബ്ദങ്ങളിൽ മാത്രം ശ്രദ്ധ നൽകുക. യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു ഫോക്കസ് ഓൺ ദി സൗണ്ട്സ് അറൗണ്ട് യു. മനസ്സിൻ്റെ ആക്ടിവിറ്റീസ് പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പതിയെ ശ്രദ്ധ ശബ്ദത്തിൽ നിന്ന് ശ്വാസത്തിലേക്ക് കൊണ്ടുവരൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ അറ്റൻഷൻ പൂർണ്ണമായും നിങ്ങളുടെ ശ്വാസത്തിലാണ്. അകത്തേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം. പൂർണ്ണമായും ശ്വാസം പുറത്തേക്ക് പോകട്ടെ. ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ. യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു ഫോക്കസ് ഓൺ യുവർ ബ്രീത്തിങ്. ഇപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ പൂർണ്ണമായും ശ്വാസത്തിലാണ്. സന്തോഷത്തിന് ഏറ്റവും പ്രധാനം അറ്റൻഷൻ ട്രെയിനിങ് ആണ്. അകത്തേക്ക് പോകുന്ന ശ്വാസം, പുറത്തേക്ക് വരുന്ന ശ്വാസം. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും മൂക്കിൻ്റെ തുമ്പത്താണ്. ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു, ദിസ് ഈസ് മൈ ഇൻ ബ്രെത്ത്. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു, ദിസ് ഈസ് മൈ ഔട്ട് ബ്രെത്ത്. ചിന്തകൾ മനസ്സിൽ വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഈ നിമിഷത്തിൽ മാത്രമാണ് നിങ്ങളുടെ ചിന്ത. ഈ നിമിഷത്തിലുള്ള ആക്ടിവിറ്റിയിലാണ് നിങ്ങളുടെ ഫോക്കസ്. അകത്തേക്ക് ശ്വാസം പോകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളിൽ ശ്രദ്ധ നൽകൂ. നിങ്ങളുടെ അബ്ഡോമൻ ഏരിയ, സ്റ്റൊമക്ക് ഏരിയ വികസിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുന്നു. തിരിച്ച് അബ്ഡോമൻ ചുരുങ്ങുന്നത് തിരിച്ചറിയുന്നു. ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് അബ്ഡോമൻ വികസിക്കുന്നു, എക്സേൽ ചെയ്യുന്ന സമയത്ത് അബ്ഡോമൻ ചുരുങ്ങുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സ്റ്റൊമക്ക് ഏരിയയിലാണ്. പതിയെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് നൽകൂ. മൂക്കിൻ്റെ തുമ്പത്ത് ശ്രദ്ധ നൽകൂ. അകത്തേക്ക് പോകുന്ന ശ്വാസത്തിനൊപ്പം കാമിങ് ദി ബോഡി എന്ന് മനസ്സിൽ പറയൂ. ശരീരം ശാന്തമാകുന്നു. പുറത്തേക്ക് വരുന്ന ശ്വാസത്തിനൊപ്പം കാമിങ് ദി ബോഡി. ഓരോ ശ്വാസം അകത്തേക്ക് പോകുമ്പോൾ ശരീരം ശാന്തമാകുന്നു. ഓരോ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ ശരീരം ശാന്തമാകുന്നു. അകത്തേക്ക് പോകുന്ന ശ്വാസം മനസ്സിനെ ശാന്തമാക്കുന്നു. പുറത്തേക്ക് വരുന്ന ശ്വാസം മനസ്സിനെ ശാന്തമാക്കുന്നു. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശ്വാസത്തിലാണ്. അകത്തേക്ക് പോകുന്ന ശ്വാസം ശ്വാസത്തിനെ ശാന്തമാക്കുന്നു. പുറത്തേക്ക് വരുന്ന ശ്വാസം ശ്വാസത്തിനെ ശാന്തമാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശ്വാസം ശാന്തമാണ്, ശരീരം ശാന്തമാണ്, മനസ്സ് ശാന്തമാണ്. ചിന്തകളൊന്നുമില്ലാതെ മനസ്സ് പൂർണ്ണമായും ശ്വാസത്തിലാണ് നിൽക്കുന്നത്. പതിയെ ശ്രദ്ധ ശ്വാസത്തിൽ നിന്ന് ബോഡി സെൻസേഷൻസിലേക്ക് കൊണ്ടുവരൂ. കൈകാലുകളിലെ വേദനകൾ, പെയിൻ, പ്രഷർ, വൈബ്രേഷൻ, ഇതിലാണ് നിങ്ങളുടെ ശ്രദ്ധ. വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, വിതൗട്ട് എനി പ്രിഫറൻസ്. എന്താണ് ഇപ്പോഴത്തെ ശരീരത്തിൻ്റെ അവസ്ഥ, അത് അതേപോലെ നിങ്ങൾ അംഗീകരിക്കുന്നു. ചിന്തകളൊന്നുമില്ലാതെ നിങ്ങളുടെ ശരീരത്തിന് മനസ്സുകൊണ്ട് പൂർണ്ണമായും സ്കാൻ ചെയ്യുന്നു. ഇടത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇടത്തെ കാൽപാദത്തിലാണ്. ഇടത്തെ കാൽപാദം പൂർണ്ണമായും റിലാക്സ് ആകട്ടെ എന്ന് മനസ്സിൽ പറയൂ. പെയിൻ, പ്രഷർ, ടൈറ്റ് എല്ലാം റിലാക്സ് ആവുന്നു. ഇടത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ഇടത്തെ കാൽമുട്ടിലാണ്. റിലാക്സ്.
ഇടത്തെ കാൽമുട്ട് പൂർണ്ണമായും റിലാക്സായി. ഇടത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇടത്തെ ഹിപ്പ് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഇപ്പോൾ ഇടത്തെ കാൽ പൂർണ്ണമായും റിലാക്സായി. മനസ്സിൽ ചിന്തകൾ വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ശരീരത്തിൻ്റെ വേദനകളിലും ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസിൽ മാത്രം ശ്രദ്ധ നൽകൂ. വലത്തെ കാൽപാദത്തിലേക്ക് ശ്രദ്ധ നൽകൂ. വലത്തെ കാൽപാദം പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. വലത്തെ കാൽമുട്ടിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ തുടഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ ഹിപ്പ് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കാൽ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സായി. സ്റ്റൊമക്ക് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ സ്റ്റൊമക്ക് ഏരിയയിലാണ്. സ്റ്റൊമക്ക് ഏരിയ പൂർണ്ണമായും റിലാക്സായി. ഹൃദയഭാഗത്തേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. ഹൃദയഭാഗം പൂർണ്ണമായും റിലാക്സായി. ഇടത്തെ കൈ ശ്രദ്ധ നൽകൂ. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇടത്തെ കൈയിലാണ്. റിലാക്സ്. വലത്തെ കൈയിലേക്ക് ശ്രദ്ധ നൽകൂ. റിലാക്സ്. വലത്തെ കൈ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സായി. ത്രോട്ട് ആൻഡ് നെക്ക് ഏരിയയിലേക്ക് ശ്രദ്ധ നൽകൂ. ഇപ്പോൾ തൊണ്ട ഭാഗത്താണ് നിങ്ങളുടെ ശ്രദ്ധ. റിലാക്സ്. മുഖത്തെ പേശികളെല്ലാം റിലാക്സ് ആവട്ടെ. റിലാക്സ് യുവർ മൗത്ത്. റിലാക്സ് യുവർ ജോസ്. റിലാക്സ് യുവർ നോസ്. റിലാക്സ് യുവർ ഐസ്. റിലാക്സ് യുവർ ഇയേഴ്സ്. റിലാക്സ് യുവർ ഫോർഹെഡ് ആൻഡ് റിലാക്സ് യുവർ ഹെഡ്. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സായി. മനസ്സ് ശാന്തമാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ ഹാപ്പി മൈൻഡാണ്. വിത്തൗട്ട് എനി കണ്ടീഷൻസ് യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു ബി ഹാപ്പി. ഈ സന്തോഷകരമായ മനസ്സ് ഒന്ന് ആസ്വദിക്കൂ. പതിയെ കണ്ണു തുറക്കൂ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഹാപ്പിനെസ്. സോ ട്രാൻസ്ഫോർമേഷൻ ഈസ് പോസിബിൾ. കാരണം ഞാൻ സ്പെഷ്യൽ സ്കൂൾ ചിൽഡ്രൻസിന് എടുത്ത് ഞങ്ങൾ കാണാറുണ്ട്. സ്പെഷ്യൽ സ്കൂൾ ചിൽഡ്രനിൽ 1 മണിക്കൂർ എൻ്റെ സെഷൻ ഇരുന്ന് അവർ ആസ്വദിക്കും. അവർ സ്കൂളിലെ ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഫസ്റ്റ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഞാൻ വേണ്ടി ഐ ക്യാൻ ഷെയർ ദാറ്റ് വീഡിയോസ് ഓൾസോ. സ്പെഷ്യൽ സ്കൂൾ ചിൽഡ്രൻ മെഡിറ്റേഷൻ ഈ മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർ അങ്ങനെ ആസ്വദിച്ചിരിക്കാറുണ്ട്. സോ നോർമൽ കുട്ടികളെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ഹാപ്പിനെസ് ട്രെയിനിങ് കൊണ്ട് നമുക്കൊരു മാറ്റിയെടുക്കാം. വരും തലമുറയും ഇപ്പോഴുള്ള തലമുറയും നമുക്ക് മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, ഞാൻ എല്ലാ മിനിസ്റ്റേഴ്സിൻ്റെ അടുത്ത് റിക്വസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ഗ്രാൻഡ് ലെവലിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലല്ലേ ഇത് പറ്റുള്ളൂ. ഗവൺമെൻറ് വിചാരിച്ചാലേ ഇത് നടക്കുള്ളൂ. അപ്പോൾ ഒരു അറ്റൻഷൻ ഓൺ ഹാപ്പിനെസ്സിലേക്ക് ഈ UN ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2013 മുതൽ ഇത് ഫോർകാസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്ന സിറ്റുവേഷൻ വേസ്റ്റ് ആവാൻ പോകുന്നുള്ളതും ഫോർകാസ്റ്റ് ചെയ്തിട്ടാണ് യുണൈറ്റഡ് നേഷൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഹാപ്പിനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. വേൾഡ് ഹെൽത്ത് ഹാപ്പിനെസ് റിപ്പോർട്ട് അയക്കാൻ ഷെയർ ചെയ്യും. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം. അവരെന്തൊക്കെയാണ് നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ആ നിർദ്ദേശങ്ങൾ അതേപോലെ നമ്മൾ കരിക്കുലത്തിൽ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നാൽ കുട്ടികൾ മാറും. അവരെ നമ്മുടെ ഹാപ്പിനെസ് കരിക്കുലം ഈ സിലബസിലേക്ക് വരണം അവരുടെ, അല്ലാതെ അവർ മാറില്ല. സിലബസിൽ എന്ത് കൊടുത്തോ അത് അതേപോലെ ഫോളോ ചെയ്യും. മാർക്ക് കിട്ടുന്ന കാര്യത്തിൽ അവർ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മാറും. അപ്പോൾ എൻ്റെ നിർദ്ദേശം ഹാപ്പിനെസ് കരിക്കുലം നമ്മുടെ എഡ്യൂക്കേഷൻ കരിക്കുലത്തിലേക്ക് ആഡ് ചെയ്യണം. അത് നോട്ട് ഓൺലി ഫോർ ചിൽഡ്രൻ, ഇതേ തന്നെയാണ് നമ്മൾ എല്ലാ വർക്കിംഗ് പാരൻസിനും വേണം. ഇപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. പുവർ പാരൻറ്റിങ് ഒരു റീസൺ ആണല്ലോ അല്ലേ. കുട്ടികൾക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. അത്രയും ടൈറ്റ് ഷെഡ്യൂളിലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഓട്ടം കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ അവിടെയും ഒരു റെസ്ട്രിക്ഷൻ വേണം. ഇപ്പോൾ ബാംഗ്ലൂർ IT കമ്പനീസ് എല്ലാം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തുടങ്ങിയില്ലേ, അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആലോചിച്ചിട്ട് കാര്യമില്ല. So this is the right time, like happiness curriculum should introduce in our education system
നോട്ട് ഓൺലി ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, എല്ലാവരുടെ ലൈഫിലും ആവശ്യം. ഹാപ്പി ആയിട്ട് ഉറങ്ങുക, ഹാപ്പി ആയിട്ട് രാവിലെ എണീച്ചിട്ട് നമ്മൾ ഓഫീസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ എന്ത് ജോലിക്ക് പോകുന്നതിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഈ പ്രപ്പോസലിൻ്റെ. അത് ഞാൻ പറയാം, അത് നല്ലൊരു ചോദ്യമാണ്. അതിനെ ഞാൻ പറഞ്ഞ 365 ഹാപ്പിനെസ് ഡേയ്സ് എന്ന് ഞാൻ പറഞ്ഞ ഒരു എഴുതിയിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് ബ്രെയിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റുള്ളൂ. ഒരു ദിവസം എല്ലാം കൂടെ അവർ മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിൻ്റെ ആർട്ടിക്കിളേ ഇല്ലെങ്കിൽ വർക്കാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ജേർണലിസത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പേഴ്സിലോ മാഗസീനിലോ എല്ലാം റെഗുലറായിട്ട് ചെറിയൊരു കോളം ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എഴുതി കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നവർ ആ വീക്കിലിയോ ഡെയിലിയോ എപ്പോഴാണ് അത് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ ഗുണം അവർക്ക് കിട്ടും. ഈ വായനയിലൂടെ തന്നെ നമ്മുടെ ബ്രെയിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ പറ്റും. അതാണ് റിസർച്ചും പറയുന്നത്. ഹാപ്പിനെസ്സിൽ അറ്റൻഷൻ കൊടുക്കുക, ഇപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഫറിങ് വേൾഡിലാണ്. സ്ട്രെസ്ഫുൾ വേൾഡ് എന്ന് പറഞ്ഞാൽ സഫറിങ് വേൾഡാണ്. അപ്പോൾ റെഗുലറായിട്ടുള്ള ആർട്ടിക്കിൾസും ഇത് വന്നാലാണ് ഈ നമുക്ക് കേരളത്തിനെ നമ്പർ 1 ഹാപ്പിനെസ് സെൻ്ററാക്കി മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ ഇൻ്റർനാഷണൽ ഹാപ്പിനെസ് ഡേ ഫെസ്റ്റിവൽ നമുക്കിവിടെ നടത്താം. നമ്മളൊരു ഇൻഡസ്ട്രിയൽ രാജ്യമല്ലല്ലോ കേരളം. ഒരു ഇൻഡസ്ട്രിയൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എക്കണോമിക്കൽ ആൻഡ് ആൾസോ നമ്മുടെ എൻവറോൺമെൻറ്റ് ഈസ് ആൾസോ നോട്ട് ഫിറ്റ് ഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. പക്ഷേ ഒരു ഹാപ്പിനെസ്സിന് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അതിനുള്ള പ്രകൃതി നമുക്കുണ്ട്. മൈൻഡ്ഫുള്ളാണ് പ്രകൃതി, പീസ്ഫുള്ളാണ് ഇവിടെ. ഒപ്പം തന്നെ ഒരു മൈൻഡ് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ റിസർച്ച് ഇവിടെ നടക്കുന്നു. ഹാപ്പിനെസ് തെറാപ്പി നടത്താം ഇവിടെ. മൈൻഡ് തെറാപ്പികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ വലിയൊരു രീതിയിലൊരു ഫെസ്റ്റിവൽ ഇവിടെ നടത്താം. അതാണ് ഞാൻ കേരള ടൂറിസത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കൊടുത്ത പ്രപ്പോസലിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ഇതിൽ സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട്, യോഗ ഇൻസ്ട്രക്ടേഴ്സും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഞങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അറ്റൻഷൻ ഓൺ ഹാപ്പിനെസ് പറഞ്ഞുകൊണ്ട് യോജിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ ഈ കോർപ്പറേറ്റ് വേൾഡിൽ കുട്ടികൾക്കൊക്കെ വേണ്ടി മൈൻഡ്ഫുൾ ഹാപ്പിനെസ് ഷോ ഉണ്ട്. അതിൽ ഡാൻസസ് ഉണ്ടാവും, അതേപോലെ കുട്ടികളുടെ പാട്ട് എല്ലാം ഉണ്ടാവും. അല്ലാതെ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ല ഇത് വരുന്നത്. ഈ പ്രോഗ്രാംസ് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആക്കിയിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇവിടെ മാത്രമല്ല കർണാടകയിലും ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഒരു ആപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫിൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഓൺലൈനിൽ തന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഇതാണ് എൻ്റെ ഗുണം. യൂട്യൂബിൽ തന്നെ എൻ്റെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഒരു 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഡെയിലി വാച്ച് ചെയ്താൽ മതി. 5 മിനിറ്റ്സ് 3 മിനിറ്റ്സ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റൊക്കെ വീഡിയോ നിങ്ങൾ കാണുന്നു. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടും. ഈ മെഡിറ്റേഷൻ ചെയ്യുന്നു. ഇതെല്ലാം എൻ്റെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മൈൻഡ്ഫുൾ ഫോർ ഹാപ്പി ലൈഫിൻ്റെ യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് നമ്മളൊരു അവിടെ പോയിരുന്ന് ട്രെയിനിങ് മാത്രമല്ല, ഓൺലൈനിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങൾ കുവൈത്തിലൊക്കെ ഞങ്ങൾ കൊടുത്തത് 5000 പേർക്കുള്ള ഓൺലൈൻ ട്രെയിനിങ്ങാണ് കൊടുത്തത്. 5000 അവരുണ്ടായിരുന്നു ആ കോവിഡ് സമയത്തല്ല. അത് വർക്കായിരുന്നു, നല്ല ഗുണം കിട്ടിയിരുന്നു, ഫീഡ്ബാക്ക് വന്നിരുന്നു. ഹാപ്പിനെസ്സിൻ്റെ അവയർനെസ് നമ്മൾ സിനിമ തിയേറ്ററിൽ പ്രൊമോഷൻസ് കൊടുക്കാം, അഡ്വർടൈസിങ്ങിൽ കൊടുക്കാം. അതേപോലെ ടി വിയിൽ ഹാപ്പിനെസ് അവയർനെസ് കൊടുക്കാം. ചെറിയ 30 സെക്കൻഡ്സ് 1 മിനിറ്റ് ഷോർട്ട് ഫിലിംസ്, അങ്ങനത്തെ കുറേ നമ്മൾ എൻഗേജ്ഡ് ആക്കുക ഹാപ്പിനെസ്സിനെ. എല്ലാ ദിവസവും അറ്റൻഷൻ ഹാപ്പിനെസ്സിലേക്ക് വരണം. ഹാപ്പിനെസ് ബോർഡുകൾ വെക്കാം. ഞങ്ങളൊരു ഹാപ്പിനെസ് കലണ്ടർ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിലേക്ക് അയച്ചു തരാം, ഞങ്ങൾ ജിമെയിലേക്ക് ഞാൻ അയച്ചു തരാം. നിങ്ങൾ ഡെസ്ക്ടോപ്പിൽ തന്നെ ജസ്റ്റ് ഒരു ഹാപ്പിനെസ് കലണ്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറ്റൻഷൻ ഹാപ്പിനെസ്സിലേക്ക് വരും. വെൻ യു ആർ സ്ട്രെസ്ഫുള്ളാണ്, നമ്മൾ ആൻസൈറ്റി ആണെങ്കിൽ ഹാപ്പിനെസ് ഈസ് ദെയർ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മൊമെൻറ്റിൽ നിങ്ങളുടെ സ്ട്രെസ്സും ആൻസൈറ്റി പോകും. ഇതേ തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ദേ ആർ നോട്ട് ഏബിൾ ടു ഹാൻഡിൽ ദ സ്ട്രെസ്, ദാറ്റ്സ് വൈ ദേ ആർ ഗോയിങ് ഫോർ അതർ ഹയർ എൻഡ് തിങ്സ്. മനസ്സിലായോ? ഡ്രഗ്സിലേക്ക് പോകുന്നതിൻ്റെ റീസണാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിത് കൺട്രോൾ ചെയ്താലും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ചെയിൻ റിയാക്ഷൻ പോലെ അവരുടെ സ്ട്രെസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. വളരെ അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇതുപോലത്തെ കുട്ടികളെ ഞാൻ ട്രെയിൻ ചെയ്യാറുണ്ട് കേട്ടോ. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്, പലരും ശ്രമിക്കാറുണ്ട്. ഈ നമ്മൾക്ക് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ളത് കാണുമ്പോൾ
നമ്മൾ വളരെ നമുക്ക് 2 ടൈപ്പ് ഓഫ് മൈൻഡ് ഉണ്ട്. ഒന്ന് എമോഷണൽ മൈൻഡ് പറയും, പിന്നെ ഒന്ന് ഇൻ്റലക്ച്വൽ മൈൻഡ് എന്ന് പറയും. ഈ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഗ്രീഡ്, ഹേറ്റഡ്, ഡെലൂഷൻ എന്ന്, ഈ 3 എണ്ണത്തിന് ട്രിഗർ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ് ഈ വയലൻസോ അല്ലെങ്കിൽ ഹൊറർ മൂവീസിലോ ഈ എമോഷൻസിനെ വെച്ചിട്ട് നമ്മുടെ ഇമോഷനെ ട്രിഗർ ചെയ്യുമ്പോഴോ നമ്മളത് മുഴുവൻ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുക, എൻഗേജ്ഡ് ആവുകയാണ് നമുക്ക്. അതേസമയം നമുക്ക് ഗുണമുള്ളൊരു കാര്യമാണെങ്കിലും സ്പിരിച്വലായിട്ടോ അത് കാണാനായിട്ട് കുട്ടികൾക്ക് താല്പര്യം കാണാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? കാരണം അത് ഇൻ്റലക്ച്വൽ മൈൻഡിലേ അത് പ്രവർത്തിക്കുള്ളൂ. എമോഷണൽ മൈൻഡിനെ ട്രിഗർ ചെയ്യാൻ ഇതുപോലത്തെ സീരീസിന് പറ്റും. അത് പേപ്പറിൽ ഞാൻ കണ്ടിരുന്നു. ഈ നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് കണ്ടിട്ട് കുട്ടികൾ ഒരുപാട് അഡിക്റ്റ് ആവുന്ന പോലെ കണ്ടു. പോലീസിൻ്റെ ഒരു മെസ്സേജ് വന്ന് കണ്ടിരുന്നു. കുട്ടികൾ കാണുന്ന സീരീസ് എന്താണെന്നുള്ളത് വാച്ച് ചെയ്യാൻ പാരൻസ് എടുത്ത് പറഞ്ഞു. അതിൽ ഈ കൊറിയൻ സീരീസാണ് പലരും അവിടെ ലേബൽ ചെയ്തിരിക്കുന്നത്. കാരണം ആ സീരീസൊക്കെ പെട്ടെന്ന് നമ്മുടെ ഇമോഷനെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പാരൻറ്റ് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ, ഈ കുട്ടി കാണുന്നത് ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്ന സീരീസ് ഈ കുട്ടികൾ എൻ്റെ മോളിരുന്ന് കാണുന്നു, ഈ അമ്മ ബാക്കിൽ നിന്ന് വാച്ച് ചെയ്യാണ്. അങ്ങനെ ഒരു സീരീസ് നമ്മളെ ഹിന്ദിയിലോ മലയാളത്തിലോ ഉണ്ടാവില്ല. മനസ്സിലായോ? അത്രയും ക്രൂരമായ. പക്ഷെ അതിന് ആദ്യത്തെ സ്റ്റേജാണ് ഇവർ ആസ്വദിച്ച് കാണുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഈ കുട്ടികൾ ആസ്വദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വയലൻസ് ഉള്ളത് നമുക്ക് മാക്സിമം ഒഴിവാക്കണം. മുൻപ് ടി വിയിൽ അങ്ങനെ വരില്ലല്ലോ. ഇപ്പോഴാണ് ഈ കോവിഡിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ ആക്സസ് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അതിനും ഇതിൻ്റെ അവസാനം അവയർനെസ് വരുന്നുണ്ട്. പക്ഷേ 20 മിനിറ്റ് അവയർനെസ്സും ബാക്കിയുള്ള 90 മിനിറ്റും വയലൻസ് ആണെങ്കിൽ അതായിരിക്കും കുട്ടികൾ കോപ്പി ചെയ്യും. വൺ ഓഫ് ദ റീസൺ മാത്രമേ ഉള്ളൂ കൊറിയൻ സിനിമ, അല്ലാണ്ട് കൊറിയൻ അങ്ങനെയല്ല. അതുകൊണ്ട് മാത്രമല്ല, നമ്മൾ ഇതേ പേപ്പറിൽ മനോരമയിലോ മാതൃഭൂമിയിലോ ഞാൻ കണ്ടൊരു ആർട്ടിക്കിളാണ്. അതിൽ സ്ക്വിഡ് ഗെയിമാണ് അവർ പറഞ്ഞത്. സ്ക്വിഡ് ഗെയിം എന്നൊരു ഗെയിം കൂടുതലായിട്ട് കുട്ടികൾ കാണുകയും അത് നിർത്തണമെന്ന് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. റിയാസ് ന്യൂമാൻ. ഞങ്ങളൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹാപ്പി എന്ന് പറഞ്ഞ പടത്തിൻ്റെ പേര്. 1 ലൈനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ഇക്കൊല്ലം പ്രതീക്ഷിക്കാം. ഫുൾ കോമഡി ആയിട്ടുള്ളൊരു പടമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കൊമേഴ്ഷ്യൽ സിനിമ തന്നെ, തിയേറ്ററിലേക്ക് വേണ്ട സിനിമ തന്നെ, ഇപ്പോഴത്തെ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് തന്നെയാണ്. ഞാൻ സിനിമ ഫീൽഡിലായിരുന്നു പണ്ട്, ഇപ്പം ആഡ് ഫിലിമാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം വീണ്ടും പടം ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് ഈ ഹാപ്പീൻ്റെ സിനിമ ഞാൻ പ്ലാൻ ചെയ്തത്. ത്രൂ ഔട്ട് കോമഡി വരുന്ന രീതിയിൽ എല്ലാവരും ചിരിക്കണം. അപ്പോൾ നമ്മൾക്ക് പണ്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ നാടോടിക്കാറ്റ് അങ്ങനത്തെയൊക്കെ സിനിമ നമ്മൾ കൊതിക്കുകയാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ. ഞങ്ങളുടെ ഏജൻ്റെ ഒരു ഇതായിരിക്കാം, ഇപ്പോഴത്തവർക്ക് അത്ര 2 മണിക്കൂർ അങ്ങനെ ഒരു പേഷ്യൻസിൽ കാണാനുള്ളൊരു പേഷ്യൻസ് ഇല്ല, കുട്ടികൾക്കില്ല. നമുക്ക് മാറ്റിയെടുക്കണം. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചാൽ അത് നടക്കുള്ളൂ. ക്ലിയർ? ഓക്കെ, താങ്ക് യു.